ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. 2 ദിവസമായി വാർത്താമാധ്യമങ്ങളിൽ ഇടം പിടിച്ചിരിക്കുന്ന JR എന്ന കോർപ്പറേറ്റ് കമ്പനിയെക്കുറിച്ച് ആക്ഷേപ പ്രവാഹമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കും അധികാരികൾക്കും മുന്നിൽ ബാധിക്കപ്പെട്ടവർ ക്യൂ നിൽക്കുകയാണ്. എന്താ നിത്യയുടെ ഈ മാറ്റത്തിന് കാരണം? ഇനി നിത്യ കോടീശ്വരനായ JRനൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചോ? അല്ലെങ്കിലും ഇതൊക്കെ പറഞ്ഞ് എന്റെ പാക്കറ്റ് കയറിക്കോ, അതാണല്ലോ ശീലവും. എടാ, ആരോടും ദേഷ്യപ്പെടാനാകാതെ വരുമ്പോഴേ നിനക്ക് എന്നെയാണല്ലോ കൈ കിട്ടുന്നത്. എന്റെ ദേഷ്യം കാണാൻ ആരും നിക്കണ്ട, പൊയ്ക്കോ. എങ്ങോട്ട്? ഞാൻ പോകാതെയൊക്കെ ചെയ്തോളാം. നീ തൽക്കാലം കഞ്ഞി കുടിക്കും. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? എടാ മക്കളെ, നിന്റെ സങ്കടം എനിക്ക് മനസ്സിലാവും. പക്ഷേ സങ്കടത്തിന്റെ യഥാർത്ഥ കാര്യം മനസ്സിലാക്കിയാലല്ലേ എന്നെ കൊണ്ട് ഏതെങ്കിലും രീതിയിൽ അതൊന്ന് പരിഹരിക്കാൻ പറ്റൂ. മോനെ, അവള് തന്നെ നമ്മളോട് വന്ന് പറയും. നിന്നോടൊന്നും അങ്ങനെ ഒളിച്ചു വെക്കാൻ അവൾക്ക് പറ്റുകയല്ല. അങ്ങനൊരു വിശ്വാസത്തിലൂടെ ആയിരുന്നു ഞാനും നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ കാലൊന്ന് തെറ്റി. അതാ വിശ്വാസം തകർന്നിട്ടാണെന്നൊന്നും അറിയില്ല. ജീവന് ഹരിയെ തളർത്താനേ പറ്റൂ. പക്ഷെ നിത്യ, അവക്ക് എന്നെ വീഴ്ത്താൻ പറ്റൂ. മോനെ, അല്ല, ഒരു പ്ലേറ്റ് എടുത്തിട്ട് മോൾക്ക് ഒന്നിച്ചിരുന്നൂടെ? എനിക്ക് വേണ്ട അച്ഛാ, നിത്യ പാരമ്പര്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന പെണ്ണല്ലേ അച്ഛാ. ആണുങ്ങൾക്ക് വിളമ്പിക്കൊടുത്തതിനു ശേഷം മാത്രം ഭക്ഷണം കഴിക്കുന്ന തനി പരമ്പരാഗത പെണ്ണ്. അതെ, അമ്മ എപ്പോഴാ ഭക്ഷണം കഴിക്കുന്നത്? അച്ഛനിപ്പോ അതൊന്നും അറിഞ്ഞൂടല്ലേ? ജീവൻ നിലനിർത്താനുള്ള ഭക്ഷണം അമ്മ കഴിക്കുന്നുണ്ട്, ഞാനും. അടിമകള് ജീവിച്ചിരിക്കേണ്ടേ അച്ഛാ, എന്നാലല്ലേ ഉടമകൾക്ക് വിലയുള്ളൂ. അച്ഛാ, ഈ പെണ്ണുങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അവർക്ക് പറയാനുള്ളതൊക്കെ ചെറിയ ചെറിയ വാചകങ്ങളായിട്ട് ഇങ്ങനെ ഭംഗിയായിട്ട് പറഞ്ഞ് ആണുങ്ങളുടെ നെഞ്ചിലിട്ട് കുത്തുന്നൊരു രീതി. നമ്മൾ ആണുങ്ങൾ എന്താ ചെയ്യുക? ബഹളം വെക്കും, കൈ ഉയർത്തും. പക്ഷെ സത്യത്തിൽ പെണ്ണിന്റെ രീതിയാ കൊള്ളാവുന്നത്. അധികം രക്തച്ചൊരിച്ചിലില്ല, പക്ഷേ കൊള്ളേണ്ടത് കൊള്ളേണ്ടടുത്ത് കൊള്ളുകയും ചെയ്യും. അമ്മയ്ക്ക് ഭക്ഷണം എടുക്കട്ടെ? എനിക്കിന്ന് ഉപവാസമാണ്. എന്തിന്റെ പേരിൽ? പണ്ടെന്നോ തുടങ്ങി വെച്ചൊരു ശീലമാണ്. ഭർത്താവിന്റെ ആയുസ്സിന് വേണ്ടി മാറ്റിവെക്കുന്ന ചില ദിവസങ്ങൾ. പണ്ടത്തെ കാലത്ത് ആരൊക്കെയോ ചേർന്നുണ്ടാക്കിയ ചില മണ്ടത്തരങ്ങൾ. അതങ്ങനെ ഒരു കാലമായിരുന്നല്ലോ. ഭർത്താക്കന്മാർക്ക് എന്തു ആവാം, ഭാര്യമാർ വീട്ടിലെ മൃഗങ്ങളും. അച്ഛാ, നമുക്കിപ്പോ ആണും പെണ്ണും തമ്മിലുള്ള ബന്ധമൊക്കെ മാറി മാറി വരുവാണല്ലോ. എന്തെങ്കിലും ഒരിക്കല് പെണ്ണുങ്ങൾ ആണുങ്ങളെ നിയന്ത്രിക്കുന്ന കാലം വരുമോ നമ്മുടെ നാട്ടില്? വന്നുകൂടാന്നൊന്നുമില്ലല്ലോ. അപ്പോ ഇനിയുള്ള കാലം പെണ്ണിനോട് ഫൈറ്റ് ചെയ്യേണ്ടി വരുമല്ലേ? തല പൊക്കാൻ നോക്കുന്നവരെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് ഒരു സുഖമുള്ള ഏർപ്പാടാ.
വിളമ്പലും ഊട്ടലും എല്ലാം കഴിഞ്ഞ് അടുക്കളവാതിൽ അടയ്ക്കണം. അതും ശീലം കൊണ്ട് ചെയ്യാൻ പറഞ്ഞതാ. പുറത്തു നിന്ന് ആരും ആക്രമിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കയറില്ല. വീടിനകത്ത് തന്നെ കൊലയാളികൾ ഉള്ളപ്പോ എന്തിനാ പുറത്തു നിന്നല്ലേ? അച്ഛാ, അച്ഛൻ എന്തിനാ ഈ അമ്മ ഓരോന്ന് പറയുമ്പോ ഡള്ളാവുന്ന്? അതൊന്ന് കഴിച്ചു തീർത്ത്. നീ കണ്ട് ശീലിച്ച ബന്ധങ്ങളല്ല എന്റെ ബന്ധങ്ങൾ. ഹലോ അനന്ത. ആ ഹരി, 5 മിനിറ്റിനുള്ളിൽ ന്യൂസ് സ്റ്റാർട്ട് ചെയ്യും. അനന്തനിപ്പോ എവിടെയാ? ഞാൻ എല്ലാവരും ഒന്ന് കോർഡിനേറ്റ് ചെയ്തോണ്ടിരിക്കുക. സാധാരണ ഇത്തരം വാർത്തകൾ കുറെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒറ്റ രാത്രി കൊണ്ട് ചിലരൊക്കെ മറുകണ്ഠം ചാടാറുണ്ട്. പക്ഷേ JRന്റെ കാര്യത്തിൽ അതൊന്നും സംഭവിച്ചിട്ടില്ല. എല്ലാവരും സ്റ്റേണ. പക്ഷെ വിശ്വസിക്കണ്ട അനന്ത, പണം ചെറിയൊരു കാര്യമല്ല. അയ്യേ, പണം തോൽക്കുന്ന നിമിഷം ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. താൽക്കാലികമായി ചിലപ്പോ പണം നമ്മളെ കീഴടക്കിയേക്കാം, ഒന്നും അല്ലാതാക്കിക്കളയും. പക്ഷേ ശാശ്വതമായിട്ട് സത്യം മാത്രമേ ജയിക്കൂ. താൻ അറ്റീയൊന്നും ചെയ്തേ. JRനെ ജീവനോട് ദഹിപ്പിക്കാനുള്ള ചടങ്ങുകൾ തുടങ്ങാൻ പോവാ. ബ്രേക്കിംഗ് ന്യൂസ്. രണ്ട് ദിവസമായി വാർത്താമാധ്യമങ്ങളിൽ ഇടം പിടിച്ചിരിക്കുന്ന JR എന്ന കോർപ്പറേറ്റ് കമ്പനിയെക്കുറിച്ച് ആക്ഷേപ പ്രവാഹമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കും അധികാരികൾക്കും മുന്നിൽ ബാധിക്കപ്പെട്ടവർ ക്യൂ നിൽക്കുകയാണ്. കേവലം 6 മാസം കൊണ്ട് ഒന്നുമില്ലായ്മയിൽ നിന്നും ഒരാൾ JR എന്ന സ്ഥാപനത്തിന്റെ അധിപനായതിനു പിന്നിൽ അലാവുദ്ദീന്റെ അത്ഭുത വിളക്കാണോ അതോ വേറെ എന്തെങ്കിലും സിദ്ധിയാണോ എന്ന് ജനം സംശയിക്കുന്നു. ഒരു കാര്യമുറപ്പ്, കർഷകരുടെ നടുവൊടിച്ച് അവരുടെ കിടപ്പാടം പോലും ഇല്ലാതാക്കാൻ വന്ന JR എന്ന കോർപ്പറേറ്റ് സ്ഥാപന MDക്കെതിരെ രൂക്ഷവും അതിശക്തമായ നടപടികൾക്ക് തന്നെയാവും ഗവൺമെന്റിന്റെ നിർദ്ദേശം. അതുമായി ബന്ധപ്പെട്ട് മധുര നൊമ്പരക്കാറ്റ്